വെൽക്കം ടു ഷാസ് കിച്ചൻ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ്. ഇതിൻ്റെ ഡിസൈൻ സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് യെല്ലോ ഫ്ലവറും ലീഫും പിന്നെ സൈഡിലൂടെ ചോക്ലേറ്റ് കൊണ്ട് ലേസും കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വനില എസൻസ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കണം. 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുത്താൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റിൽ അളവിൽ തന്നെ എടുക്കണം, എങ്കിലേ കേക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുകയുള്ളൂ. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം നന്നായി മിക്സായി വരണം. ഇനി ഇതിനാവശ്യമായ ബാറ്റർ റെഡിയാക്കാം. അതിനായി 4 മുട്ട പൊട്ടിച്ചു വെച്ചതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം, എങ്കിലേ മുട്ടയുടെ സ്മെൽ ഇല്ലാതാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം മിക്സ് ചെയ്താൽ പഞ്ചസാര പുറത്തു പോവാതെ നോക്കാം. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീം പരുവമാക്കുക. നല്ലോണം പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അരിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് ഒന്ന് മിക്സ് ആകുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്യുക. അധികമിട്ട് ബീറ്റ് ചെയ്യരുത്, കേക്ക് ഹാർഡായി പോവും. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബീറ്റർ മാറ്റി വെക്കാം. ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം.
പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു തട്ട് വെച്ച് അതിന്മേൽ ഒരു കുക്കറും വെക്കണം. കുക്കർ ചൂടായ ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് മാത്രം കുറച്ച് ഓയിൽ പുരട്ടണം. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. ഇതിൻ്റെ വിസിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി 45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കണം. നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയ ശേഷം ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡിൽ ഒന്ന് വിടിവിച്ച് കൊടുക്കണം. ഇനി കൊട്ടി നോക്കാം. അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 3 ലെയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. അതിനായി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഒരു പാത്രം കൊണ്ട് മൂടി ഫ്രിഡ്ജിൽ വെച്ചതാണ്. ചെറീസ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ലെയർ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. അതിനായി ഒരു ബോട്ടിൽ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ നനച്ചെടുക്കുക. എങ്കിൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. ഇനി ഇതിന് മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ചെയ്യുക. വിപ്പിംഗ് ക്രീം നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് എൻ്റെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, കാണണം. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ചെയ്യുക. ഇതിന് മുകളിൽ കട്ട് ചെയ്ത ചെറീസ് ഇട്ട് കൊടുക്കാം. അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയർ വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് നനച്ചെടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് ഫൈനൽ കോട്ട് ചെയ്തെടുത്തതാണ്.
ബട്ടർ പേപ്പറിൽ കുറച്ച് റോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നായി കേക്കിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഇനി ലേസിന് ആവശ്യമായ ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കണം. ഏകദേശം 50 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിന് മുകളിൽ ഒരു ബോൾ വെച്ച് കൊടുത്ത് അതിൽ ചോക്ലേറ്റ് ഇട്ട് മെൽറ്റാക്കി എടുക്കാം. ഇടയ്ക്കൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം. മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം. അടിഭാഗം ചെറുതായി മുറിച്ച് ഇതുപോലെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ വരച്ചെടുക്കാം. ഇത് കേക്കിൻ്റെ അതേ അളവിൽ മുറിച്ചെടുത്ത ബട്ടർ പേപ്പറാണ്. അര മിനിറ്റിന് ശേഷം ഇത് കേക്കിന് സൈഡിൽ വെച്ച് കൊടുക്കാം. റോസിന് ചുറ്റും ഗ്രീൻ ലീഫ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 3 മിനിറ്റിന് ശേഷം പതുക്കെ ലേസ് എടുത്തു മാറ്റണം. ഇനി ബാക്കി വന്ന വിപ്പിംഗ് ക്രീം കൊണ്ട് അടിയിൽ ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ചെറുതായി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നോസിൽ ഉപയോഗിച്ച് ചുറ്റിച്ചെടുക്കാം. ഇനി ഇടവിട്ട് ഓരോ ചെറി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റം വരുത്താം. ഇത് എൻ്റെ ഭാവനക്കനുസരിച്ച് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.